ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് കെ നുഹ്മാൻ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഒരു സനിയ അഗ്രികൾച്ചർ ഫാം, കൊപ്പം റോഡ്, വളാഞ്ചേരി. ഇത് നമ്മൾ ഇവിടുന്ന് കൊപ്പം വഴി വളാഞ്ചേരി പോവുകയോ അല്ലെങ്കിൽ വളാഞ്ചേരിയിൽ നിന്ന് കൊപ്പത്തേക്ക് വരികയോ ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ മട്ടിൽ മാളിൻ്റെയും അതുപോലെ തന്നെ കരുണ ഹോസ്പിറ്റലിൻ്റെയും അടുത്ത് കാണുന്ന ഒരു അഗ്രികൾച്ചർ ഫാമാണ് സനിയ. 40-40 വർഷം ഈ അഗ്രികൾച്ചർ ഫാം നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇത് നടത്തുന്നത്. അങ്ങനെ ഈ അഗ്രികൾച്ചർ 40 വർഷത്തോളം നടത്തി എക്സ്പീരിയൻസ് ഉള്ള യൂസുഫ് ഖാനെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സഹായി ഉണ്ണി, ഇവരെല്ലാം തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. നമ്മൾ ഓരോ പൂക്കളും ചെടികളും അതിൻ്റെ ഓരോ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ വളരെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പക്ഷെ ഇതൊന്നും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. ഓരോരോ പൂവിൻ്റെ പേരുകൾ, ഇത് വർഷത്തിൽ എത്ര പ്രാവശ്യം അത് പൂ വിരിയും, അതുപോലെ തന്നെ പല പല ചെടികൾ, അതിൻ്റെ ഗുണമെന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. അതുപോലെ തന്നെ പലതരം തെങ്ങുകൾ, ഒരു തേങ്ങ കുഴിച്ചിട്ടിട്ട് മുളപ്പിച്ചിട്ട് അതിൽ നിന്ന് 2 തേങ്ങ വന്നതും, അതുപോലെ തന്നെ ഒരു തേങ്ങ കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് 4 തൈകൾ വന്നതും ഇവിടെയുണ്ട്, ഈ ഒരു ഫാമിലുണ്ട്. അത് അദ്ദേഹം പറയുന്നത് അത് 2 തെങ്ങും ഒരേ മാതിരി കായ്ക്കുമെന്നും 4 തെങ്ങും ഒരേ മാതിരിക്ക് തേങ്ങ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഞാനെന്തായാലും സ്ഥലപരിമിതി കാരണം ഞാനത് വാങ്ങിയില്ല. നമ്മൾ പല രാജ്യങ്ങളിലും കണ്ടുവരുന്ന അദ്ദേഹം പറയുന്നത് പല രാജ്യങ്ങളിലും ഉള്ളതാണ്. നമ്മുടെ കേരളത്തിൽ ലഭിക്കാത്ത പലതരം തൈകൾ ഇതിലുണ്ട്. അതേപോലെ തെങ്ങുകളാകട്ടെ, അതുപോലെ പേരക്ക, റംബുട്ടാൻ, അങ്ങനെ പല പല പേരുകൾ. എനിക്കറിയുന്ന പേരുകളുണ്ട്, അറിയാത്ത പേരുകളുണ്ട്. എല്ലാത്തിൻ്റെയും പേരുകൾ അവർ ഹൃദയസ്ഥമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറഞ്ഞു തരും. അത് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് യാതൊരു ഓർമ്മയും അതിനെ പറ്റിയിട്ടില്ല. വേൾഡിൽ 3ാമത്തെ എന്താ പേര്? അത് മറ്റേ പുറത്തുനിന്നുള്ള ഇനാണത്. ആ ശരി, വിദേശിയാണ്, ഇന്ത്യനല്ല. അതെങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ? 800 രൂപ ഒരു തയ്യന്. അത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇതാക്കുക? 3 കൊല്ലം കായ്ക്കുമല്ലേ? ഓക്കെ. അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു പിന്നെ തിരി വന്നാൽ തന്നെ അതിൽ കൊല കൊലയായിട്ട് ഉണ്ടാവും. ഓ, അങ്ങനെ കണ്ടോ? തെക്കൻ കുരുമുളകാണ്. മറ്റേത് സിംഗിൾ അല്ലേ വരിക, ഒരു തരിന്ന് അങ്ങനെ ഉണ്ടാവുക. സാധാരണ എന്താണ് സാധനം? ഇത് നമുക്ക് കോട്ടോർക്കോൺ എന്ന് പറഞ്ഞിട്ടാണ്. ഇതാകുമ്പോൾ വേഗമാണല്ലോ, പെട്ടെന്ന് കായ പിടിക്കുന്നത്. അത് വർഷത്തില് ഇത് ഒരു പ്രാവശ്യം തന്നെ ഉണ്ടാവുള്ളൂ. അതെ. പിന്നെ നാംഡോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോട്ടപ്പറമ്പൻ, പിന്നത് ബിങ്ക, ചവന്നാറി, നിത്യകല്യാണി എന്നൊക്കെ പറയുന്നതായിട്ടാണിത്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് പൂവുകളുണ്ട് അല്ലേ? ഇത് ഒരുപാട് കളർ കമ്മിയാണിത്. തനി വയലറ്റ് എല്ലാ കളറിലും വരുന്നുണ്ട്. ഇത് പോപ്പിയാട്ടോ, പോപ്പി. പിന്നെ ചൈനീസ് പാൽസം. ഇത് പിന്നെ സീനികയുടെ വെറൈറ്റി ആണിത്. പിന്നെ കലഞ്ചിയാണ്, കലഞ്ചി. പിന്നെ ഹൈബ്രിഡ് മല്ലികയിൽപ്പെട്ടാണിത്. പിന്നെ നമുക്ക് ടൊറീനിയ. ഫസ്റ്റ് ചാനലായ വേൾഡ് ഓഫ് ജുമി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.
ഇത് ഞങ്ങളുടെ സെക്കൻഡ് ചാനലാണ്, ട്രാവൽ വിത്ത് KK നുഹ്മാൻ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് പൂവുകളുണ്ട് അല്ലേ? ഒരുപാട് കളർ കമ്മിയാണിത്. വൈലറ്റ് എല്ലാ കളറിലും വരുന്നത്. അങ്ങനെ പറയണല്ലേ?